ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിനീത ജോയ് ഫാമിലി വ്ളോഗ്സ്. ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ബ്യൂട്ടി ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ ബീട്രൂട്ടാണ്. നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കിയെടുക്കാൻ ശ്രമിക്കുക. ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, അത് നല്ലതായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ചാറാണ് ആവശ്യം കേട്ടോ, ഇതിൻ്റെ നീരാണ് ആവശ്യം. അതിനായിട്ട് നമ്മളൊരു അരിപ്പ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ സ്പൂണോ എന്തെങ്കിലും കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ചാറ് നമുക്ക് കിട്ടും കേട്ടോ. ചാറ് അതായത് നീര്, അതിൻ്റെ സത്ത് നമുക്ക് കിട്ടും, അതിൻ്റെ ജ്യൂസായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഈ ജ്യൂസാണ് നമുക്കിനി ആവശ്യമായിട്ട് വേണ്ട മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് മാത്രമായിട്ട് അങ്ങ് അരച്ചെടുത്താൽ മതി കേട്ടോ. നല്ല ഫൈനായിട്ട് അരച്ച് വരുമ്പോൾ നമുക്കിതുപോലെ സൂപ്പറായിട്ടുള്ള ജ്യൂസ് കിട്ടും. നമുക്കിനി 1-2 ഐറ്റംസ് കൂടി വേണം കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ജ്യൂസും അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ബീട്രൂട്ട് എടുക്കുമ്പോൾ വന്ന് നല്ല കളറുള്ള ബീട്രൂട്ട് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എനിക്ക് കിട്ടിയത് കുറച്ച് കളർ കുറഞ്ഞ ബീട്രൂട്ടാണ്, എന്നാലും അതിൻ്റെ ജ്യൂസിന് നല്ല കളറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനെക്കാട്ടിലും നല്ല കളർ കൂടിയ ബീട്രൂട്ട് ഉണ്ട്. അപ്പം നമ്മൾ ഇതിനെ പാക്കൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ നല്ല കളറുള്ള ബീട്രൂട്ട് കിട്ടുവാണെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ അതേ എല്ലാം നീരും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ അരിപ്പയിൽ കൂടെ ഇങ്ങനെ വന്നോളും. ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് എന്നിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കണം ഇങ്ങനെ നീരെടുത്തതിന് ശേഷമുള്ള അതിൻ്റെ ബാക്കിയുണ്ടല്ലോ, അതിൻ്റെ ബീട്രൂട്ടിൻ്റെ ബാക്കി ഭാഗം സത്ത് പോയതിന് ശേഷമുള്ള അതിൻ്റെ സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അത് നമുക്ക് കുളിക്കുമ്പോൾ അകത്തൊക്കെ തേച്ച് കൊടുത്തിട്ട് കുളിക്കാം കേട്ടോ. അത് നല്ലതാണ്. നമ്മുടെ ശരീരം ഒന്ന് സോഫ്റ്റ് ആവാനും ഇച്ചിരി നിറം വയ്ക്കാനും ഒന്ന് ഗ്ലോ ആവാനൊക്കെ സഹായിക്കും. കണ്ടില്ല, എനിക്ക് ഇത് ഇത്രയൊരു കളർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അടുത്ത് നമ്മൾ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യാൻ പോവാന്ന് കേട്ടോ. അതിന് നമ്മൾ ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ തരിയുള്ള പഞ്ചസാര ഉണ്ടല്ലോ, പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലൊന്ന് റൗണ്ടായിട്ട് നമ്മൾ ഫേസ് ആദ്യം നല്ലതുപോലെ വാഷ് ചെയ്യണം കേട്ടോ, എന്നിട്ട് തുടച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ റൗണ്ടായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സോഫ്റ്റായിട്ടേ ചെയ്യാവൂ, വലുതായിട്ട് നമ്മൾ ഭയങ്കര ഹാർഡായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. ഫേസ് നല്ല സോഫ്റ്റ് സ്കിന്നാണ് നമ്മുടെ. അപ്പോൾ നമ്മൾ ഫേസിൽ എന്ത് സംഭവം ചെയ്താലും മസാജും കാര്യങ്ങളൊക്കെ ചെയ്താൽ പോലും ഒരു മയത്തിലൊക്കെ ചെയ്യാവൂ. പിന്നെ വന്നിട്ട് നമ്മുടെ പഞ്ചസാരയ്ക്ക് തരിതരിയുണ്ട്. അപ്പോൾ ഒത്തിരി ഹാർഡായിട്ട് നമ്മൾ ഒത്തിരി പ്രസ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് മുഖത്ത് ചെറിയ സ്ക്രാച്ചൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നല്ല സോഫ്റ്റായിട്ട് മാത്രമേ മസാജ്, അതായത് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. റൗണ്ട് ഷേപ്പിൽ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ തക്കാളീൻ്റെ നീര് കൂടി ഇറങ്ങി വരുന്ന രീതിക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഒരു 5 മിനിറ്റ് പോലെ നമുക്ക് നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫേസ് ഫുള്ള് നമ്മൾ നെക്കിലും കൂടെ ഏതൊരു പേക്ക് അപ്ലൈ ചെയ്താലും നമ്മുടെ കഴുത്ത് വിട്ടു പോകരുത് കേട്ടോ. ഫേസും കഴുത്തും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് വാഷ് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് വന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നല്ല ഫേസ് ഒന്ന് ഗ്ലോ ആയതുപോലെയും ഒന്ന് സോഫ്റ്റ് ആയതുപോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നമുക്കിപ്പോൾ തക്കാളിക്ക് പകരം വേണേൽ നമുക്ക് നമ്മുടെ നാരങ്ങ ഉണ്ടല്ലോ, നാരങ്ങ വെച്ച് നമുക്ക് സ്ക്രബ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് ചെയ്യാം കേട്ടോ. പിന്നെ ചിലർക്ക് നാരങ്ങയൊക്കെ ചില അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ പിന്നെ വന്നിട്ട് ഈ പഞ്ചസാര എടുക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി തരി കുറഞ്ഞ പഞ്ചസാര എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നല്ല വലിയ തരികളുള്ളതാണെങ്കിൽ നമുക്ക് ഫേസിൽ ചെറിയ നീറ്റൽ പുകച്ചിൽ പോലെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. കുറച്ച് നേരം നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതുപോലെ നമുക്ക് സ്ക്രബൊക്കെ എല്ലാ ആഴ്ചയിലും 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് പാക്ക് ഇടാനായിട്ട് ആവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ പുട്ടിനുള്ള പൊടിയുണ്ടല്ലോ, പുട്ടുപൊടി, അതായത് നമ്മുടെ അരിപ്പൊടിയാണ് കേട്ടോ. നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ്. നല്ല ഇച്ചിരി തിക്ക് പേസ്റ്റായിട്ട് കിട്ടുന്ന കണക്കിന് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 2.5 സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു അല്പം, അതായത് ആ ഒരു സ്പൂണിൻ്റെ ഒരു ഹാഫ് പോലെ നമുക്ക് നാരങ്ങ നീര് കൂടി വേണം കേട്ടോ. നാരങ്ങ നീരൊക്കെ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ അലർജി പ്രശ്നങ്ങളുള്ളവരൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അതിലൊരു സ്പൂണ് അളവിന് ഹണിയാണ് കേട്ടോ. തേന് നമ്മൾ വെറുതെ ഫേസിൽ തേക്കുന്നത് പോലും നമുക്ക് നല്ല ഗ്ലോ കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബീട്രൂട്ട് ജ്യൂസിനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ബീട്രൂട്ട് നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതും നല്ലതാണ്, നല്ല നല്ലതാണ് കേട്ടോ. ഒരുപാട് A to Z വരെ
ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ. ഇനി നമുക്കിത് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫേസ് നമ്മൾ നല്ലപോലെ സ്ക്രബ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇട്ടുകൊടുക്കാം. നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ഫേസിൽ പിടിക്കട്ടെ. എല്ലാം ഇട്ട് കൊടുക്കുക. നമുക്ക് കണ്ണിൻ്റെ താഴെയും കണ്ണിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മൾ കണ്ണിലൊക്കെ തേക്കണത് കൊണ്ട് ഫേസ് ഫുള്ള് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു വലിയ ലൂസായി പോകാണ്ട് ചെറിയതായ ഒരു കുറച്ച് തിക്നെസ്സിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒലിച്ചൊലിച്ച് വരും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഇച്ചിരി കൂടി കളറുള്ള ബീട്രൂട്ട് ആയിരുന്നെങ്കിൽ നല്ല കളർ കിട്ടുമായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഫേസിലിടുമ്പോൾ നല്ലൊരു കളറുണ്ടാവും. ഇത് ഇച്ചിരി കളർ കുറഞ്ഞ ബീട്രൂട്ടാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കളർ കുറവുണ്ട് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ. റിസൾട്ട് എല്ലാം ഒന്നുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫേസ് ഫുള്ള് നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നെക്കിലും കൂടെ നമ്മൾ അപ്ലൈ ആക്കി കൊടുക്കുക കേട്ടോ. കൈ കൊണ്ട് തേച്ചാൽ മതി, ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മളിങ്ങനെ കൈ കൊണ്ടെടുത്ത് എല്ലായിടും ആവുന്ന പോലെ അങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. തേച്ച് പിടിപ്പിക്കാം. പിന്നെ നമ്മൾ ഇതൊക്കെ ഇങ്ങനത്തെ പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പഴയ തുണികൾ വല്ലതും വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ പറ്റി പിടിക്കും. അല്ലെങ്കിൽ ഇതുപോലെ ടവലോ അതെല്ലാം വെച്ച് ഇങ്ങനെ ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് ഏകദേശം നമുക്കിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മുടെ ഫേസിൽ അങ്ങനെ വെച്ചേക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നന്നായിട്ട് അത് ഡ്രൈ ആയി ഫേസിൽ പിടിച്ചോളും കേട്ടോ. ഇത് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. തൊട്ട് നോക്കിക്കണ്ട, എല്ലാം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വാഷ് ഔട്ട് ചെയ്തെടുക്കാം. നമ്മൾ നോർമൽ പച്ചവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വാഷ് ചെയ്തെടുക്കുന്നത്. ഇത് കണ്ടില്ല, വെള്ളം എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. ഒറ്റയടിക്കാൻ കഴുകി കളയാതെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് അതങ്ങോട്ട് റിമൂവ് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് മസാജ് ചെയ്ത് അങ്ങനെ കഴുകിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാകും കേട്ടോ. എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ റിസൾട്ട് നല്ല കിടക്കാച്ച റിസൾട്ട് തന്നെയാണ് കേട്ടോ. ഫേസ് നല്ല ഗ്ലോ ആയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നല്ല സോഫ്റ്റായ ഒരു ഫീൽ കിട്ടും കേട്ടോ. ഫേസ് നല്ല സോഫ്റ്റ്. പിന്നെ ചെറിയ നമ്മുടെ പിമ്പിൾസൊക്കെ വന്നിട്ടുള്ള ചെറിയ പാടുകളൊക്കെ ഉണ്ടല്ലോ, ബ്ലാക്ക് ആയിട്ടുള്ള, അതൊക്കെ ഒരു ചെറിയൊരു റെഡിഷ് കളറായതുപോലെ ആ ബ്ലാക്ക്നെസ് മാറി ചെറിയൊരു കളർ വ്യത്യാസം വന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഫേസ്. ഇത് നമുക്ക് പെട്ടെന്നൊരു ഫങ്ഷനൊക്കെ ഉള്ളപ്പോൾ പെട്ടെന്ന് പാർലറിൽ പോകാനോ ഫേഷ്യൽ ചെയ്യാനോ ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്കിത് തലേ ദിവസം ഒരു പാക്കായിട്ടൊക്കെ, അല്ലെങ്കിൽ പെട്ടെന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു 2 മണിക്കൂർ മുമ്പേയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്ലോ ആയിട്ടിരിക്കും കേട്ടോ. നല്ല ഗ്ലോയിങ് സ്കിന്നായിട്ട് നമ്മുടെ ഫേസ് ഇരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് നമുക്ക് ആഴ്ചയിൽ 2 ദിവസമൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ ഈ ബീട്രൂട്ടിൻ്റെ നീര് പിഴിഞ്ഞെടുത്തതിന് ശേഷമുള്ള അതിൻ്റെ ബാക്കിയുണ്ടല്ലോ ആ ചണ്ടി, അത് നമുക്ക് കുളിക്കുമ്പോഴൊക്കെ ദേഹത്തൊക്കെ തേച്ച് കുളിക്കാം കേട്ടോ. ഒന്ന് സ്ക്രബ് ചെയ്ത് അത് വെച്ച് തേച്ചങ്ങ് കുളിച്ചാൽ മതി കേട്ടോ. അത് നല്ലതാണ് ഫേസും നമ്മുടെ ശരീരം ഫുള്ളും നമുക്ക് യൂസ് ആക്കാം. കണ്ടില്ല, നല്ലൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ. നമുക്ക് ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. നമ്മുടെ കഴുത്തിലും എല്ലാം ചെറിയ നമ്മൾ വെയിലൊക്കെ കൊണ്ടിട്ടുള്ള ചെറിയൊരു കരുവാളിപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ലതായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ്, നമ്മളെ വീട്ടിൽ കിട്ടുന്ന സംഭവങ്ങളാണ്. നമുക്ക് ഇതൊക്കെ ട്രൈ ചെയ്യുന്നത് കൊണ്ട് ഒരു സൈഡ് എഫക്റ്റും ഇല്ല കേട്ടോ. അപ്പോൾ തീർച്ചയായും മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പൈസ ചിലവില്ലാതെ സുന്ദരിമാരും ഒക്കെ ആവാൻ ഇതുപോലുള്ള പൊടിക്കൈകളും ടിപ്പുകളൊക്കെ നിങ്ങൾ പരീക്ഷിക്കും കേട്ടോ. ഇനി ഇതുപോലുള്ള ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ടിപ്സും ബ്യൂട്ടി ടിപ്സും ഒക്കെ ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ ഇതുപോലുള്ള ടിപ്സൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.